വൃക്കരോഗികൾക്ക് സാന്ത്വനമേകി കുട്ടനാട്ടിലെ ലയൺസ് ക്ലബ്ബ് ഓഫ് എടത്വ ടൗൺ. ക്ലബിന്റെ നേതൃത്വത്തിൽ KC മാത്യു ഫൗണ്ടേഷന്റെയും ബിജു C ആന്റണി മെമ്മോറിയൽ ട്രസ്റ്റിന്റെയും സഹകരണത്തോടെ ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തു. പരിപാടി ലയൺസ് ക്ലബ്ബ് ജില്ലാ ക്യാബിനറ്റ് ട്രഷറർ സുരേഷ് ജെയിംസ് വഞ്ചിപ്പാലം ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ വീട്ടുജോലിക്കാരി അറസ്റ്റിലായത് കോട്ടയം കാണക്കാരി സ്വദേശി മുത്തുലക്ഷ്മി. മധ്യവയസ്കയുടെ വീട്ടിൽ നിന്നും സ്വർണ്ണവളയും സ്വർണ്ണ മോതിരവുമാണ് മോഷ്ടിച്ചത്. പ്രതിയെ പിടികൂടിയത് ഏറ്റുമാനൂർ സ്റ്റേഷൻ SHO അൻസലിന്റെ നേതൃത്വത്തിലുള്ള സംഘം. തിരുവനന്തപുരം ധനുവച്ചപുരം പമ്പിനു സമീപമുണ്ടായ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് കുന്നത്തുകാൽ സ്വദേശി അജികുമാർ സതിക ദമ്പതികളുടെ മകൻ അച്ചു. അപകടം നെയ്യാറ്റിൻകരയിൽ നിന്നും കുന്നത്തുകാലിലേക്കുള്ള യാത്രയിൽ ബൈക്ക് റോഡിലെ കുഴിയിൽ വീണ്. തിരുവനന്തപുരം പാറശാലയിൽ ലഹരിവേട്ട. കണ്ടെത്തിയത് 45 ഗ്രാം MDMA. സംഭവത്തിൽ 2 പേർ പോലീസ് കസ്റ്റഡിയിലായത് ചായ്ക്കോട്ടുകോണം സ്വദേശി ശ്രീജിത്തും മുട്ടത്തുറ സ്വദേശി അനുവും. MDMA എത്തിച്ചത് വിനോദസഞ്ചാരികളെ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്താൻ. ഇടുക്കി 6-ാം മൈലിൽ ബസ്സിൽ നിന്നും ഇറങ്ങിയ യുവാവ് കാൽവഴുതി കൊക്കയിൽ വീണു മരിച്ചത് മൂലമറ്റം സ്വദേശി സുബിൻ. മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ. വയനാടിനായി DYFI ശൂരനാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ധനസമാഹരണത്തിന്റെ ഭാഗമായി ശൂരനാട് വടക്ക് ജനകീയ ഹോട്ടൽ 1 ദിവസത്തെ മുഴുവൻ കളക്ഷൻ തുകയും കൈമാറി. കളക്ഷൻ തുക DYFI കേന്ദ്ര കമ്മിറ്റി അംഗം ചിന്താ ജെറോം ഏറ്റുവാങ്ങി. കൊല്ലം കടയ്ക്കൽ കിണർ വൃത്തിയാക്കുന്നതിനിടയിൽ കാൽവഴുതി വീണ് ഒരാൾക്കു പരിക്കേറ്റത് ചിതറ സ്വദേശി അനിൽകുമാറിന്. അഗ്നിരക്ഷാസേനയെത്തി രക്ഷാപ്രവർത്തനം നടത്തി. തൃശൂരിൽ പിറന്നാൾ ആഘോഷത്തിനു സമ്പാദിച്ച പണം വയനാടിനായി നൽകി മാതൃകയായി വിദ്യാർത്ഥി. സംഭാവന നൽകിയത് റെജി റിനി ദമ്പതികളുടെ മകൻ റെയ്ഗൺ റെജി. സമ്പാദ്യമായ 2500 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്.